ഭാവഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചിരിക്കുകയാണ്. 6 പതിറ്റാണ്ടോളം മലയാളികളുടെ ഹൃദയസ്വരമായിരുന്ന ഭാവഗായകൻ യാത്ര ചൊല്ലിയിരിക്കുന്നു. തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ 7:45 അന്ത്യം സംഭവിച്ചത്. ദീർഘകാലമായി അദ്ദേഹം അർബുദ രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. മലയാള ചലച്ചിത്രഗാന മേഖലയിലെ എക്കാലത്തെയും മികച്ച ഗായകരിൽ ഒരാൾ, എക്കാലത്തെയും മികച്ച ഗാനങ്ങൾ, അനശ്വര ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട ഗായകൻ. അത് ആലാപനത്തിൻ്റെ വിശുദ്ധിയിലൂടെ, ഹൃദയ നിർമ്മലതയിലൂടെ മലയാളികളെ കയ്യിലെടുത്ത ഒരു ഗായകനാണ് പി ജയചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തെ അനുസ്മരിച്ച് ഓർത്തെടുത്ത എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ പറഞ്ഞത്. ഭാവം അത് അനുരാഗമായി കഴിഞ്ഞാലും, ഭക്തിയായി കഴിഞ്ഞാലും, വിരഹമായി കഴിഞ്ഞാലും, സന്താപമായി കഴിഞ്ഞാലും ആ ഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ആ പാട്ടുകൾ പാടുമ്പോൾ അത് ആ ഒരു രംഗത്തിന്, ആ ഒരു ചലച്ചിത്ര ഭാഷ്യത്തിന് എത്രത്തോളം ഇഴുകിച്ചേരുന്നു, എത്രത്തോളം ഇഴുകിച്ചേരേണ്ടതായിരുന്നു ആ ഗാനങ്ങൾ, അത്രത്തോളം ഇഴുകിച്ചേരുന്നു ആ മാധുര്യം, ആ ശബ്ദം എന്നാണ് സംവിധായകരും തിരക്കഥാകൃത്തുക്കളും അഭിനേതാക്കളും പോലും അദ്ദേഹത്തിൻ്റെ ആ ശബ്ദമാധുര്യത്തെ, ശബ്ദ വിസ്മയത്തെ വിശേഷിപ്പിച്ചിരുന്നത്. അങ്ങനെ മലയാളികൾ ഹൃദയത്തിലേറ്റിയ, നെഞ്ചോട് ചേർത്ത അനവധി ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച പ്രിയ ഗായകനാണ് 80-ാം വയസ്സിൽ യാത്ര പറഞ്ഞിരിക്കുന്നത്. ആ ഭാവരാഗ ലയം മലയാളത്തിൽ മാത്രമല്ല, അത് തമിഴും തെലുങ്കും കന്നഡയും ഹിന്ദിയും കടന്ന് ഭാഷയ്ക്കും ദേശത്തിനും അതീതമായി വ്യാപരിച്ചു. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായി ആ ഭാവഗായകൻ വളർന്നു എന്നതാണ് സത്യം. ഏതാണ്ട് 16,000-ലേറെ ഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട് എന്ന വസ്തുത തന്നെ അദ്ദേഹം ഗാനരംഗത്ത് എത്രത്തോളം ഒരു തപസ്യായി, ഒരു സപര്യയായി ഗാനത്തെ ആത്മസമർപ്പണം ചെയ്തു എന്നത് തെളിയിക്കുന്നതാണ്. ഒരു തവണയാണ് അദ്ദേഹത്തെ തേടി ദേശീയ പുരസ്കാരം എത്തിയത്. 5 തവണ അദ്ദേഹത്തെ തേടി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും നേടിയിട്ടുണ്ട്. JC ഡാനിയേൽ പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങളാണ് മലയാളത്തിൽ നിന്നും അദ്ദേഹത്തെ തേടിയെത്തിയത്. തമിഴ്നാട് സർക്കാരിൻ്റെ കലൈ മാമണി ബഹുമതി പട്ടം അദ്ദേഹം സ്വന്തമാക്കിയുണ്ടായി. 4 പ്രാവശ്യം തമിഴ്നാട് സർക്കാരിൻ്റെ മികച്ച ഗായകനുള്ള പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ജനനം 1944 മാർച്ച് 3 എറണാകുളത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം. തൃപ്പൂണിത്തുറ കോവിലകത്തെ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാൻ്റെയും ചേന്നമംഗലം പാലിയം തറവാട്ടിലെ സുഭദ്ര കുഞ്ഞമ്മയുടെയും 3ാമത്തെ മകനായിട്ടാണ് 1944 അദ്ദേഹം ജനിക്കുന്നത്. പിന്നീട് ഇരിങ്ങാലക്കുട പാലിയത്തേക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബം താമസം മാറുകയായിരുന്നു. കുട്ടിക്കാലത്തെ സംഗീതത്തോടുള്ള ഒരു അഭിനിവേശം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. അത് തിരിച്ചറിഞ്ഞ അച്ഛനാണ് ഈ സംഗീത രംഗത്തേക്ക് അദ്ദേഹത്തെ കൈപിടിച്ചുയർത്തിയത്. കുട്ടിക്കാലത്ത് തന്നെ ചെണ്ടയും പിന്നീട് മൃദംഗവും പി ജയചന്ദ്രൻ പഠിച്ചെടുക്കുകയുണ്ടായി. സംഗീത പ്രേമിയായ പാട്ടുകാരൻ കൂടിയായ അച്ഛൻ്റെ ആ ഒരു പ്രോത്സാഹനത്തിലൂടെയാണ് അദ്ദേഹം സംഗീതത്തെ കൂടെ കൂട്ടിയത്. അദ്ദേഹം ശാസ്ത്രീയമായി അത്രത്തോളം സംഗീതം അഭ്യസിച്ചിട്ടില്ല എങ്കിലും അച്ഛൻ പകർന്നു തന്ന പാഠങ്ങളാണ് അദ്ദേഹം പിന്നീട് ജീവിതത്തിൻ്റെ മുതൽക്കൂട്ടായി കൂടെ കൂട്ടിയത് എന്നതാണ് വസ്തുത. പിന്നീട് അദ്ദേഹം 1958 അദ്ദേഹം ആദ്യ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുത്ത മൃദംഗത്തിൽ 1ാം സ്ഥാനം നേടി. അതേ സമയത്ത് തന്നെയായിരുന്നു ലളിതഗാനത്തിലും ശാസ്ത്രീയ സംഗീതത്തിലും യേശുദാസും 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഇപ്പോൾ ആനന്ദ് പുതൂർ ചിരികയാണ് തൃശ്ശൂർ നിന്നും. ആനന്ദ്, അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പൊതുദർശനവുമായി ബന്ധപ്പെട്ട്, സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളടക്കം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞത്? KP അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം അമല ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇന്ന് രാത്രിയിൽ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഈ മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കും. തുടർന്ന് നാളെ രാവിലെ 8 മണിക്ക് ഈ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് പൂങ്കുന്നത്തുള്ള അദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റിൽ എത്തിക്കും. അവിടെ നിന്ന് 8 മണി മുതൽ 10 മണി വരെ ആ ഫ്ളാറ്റിലായിരിക്കും പൊതുദർശനം ഉണ്ടായിരിക്കുക.
തുടർന്ന് സംഗീത നാടക അക്കാദമിയിൽ പൊതുദർശനം 10 മണി മുതൽ നാളെ 10 മണി മുതൽ 12:30 വരെ സംഗീത നാടക അക്കാദമിയിലായിരിക്കും പൊതുദർശനം ഉണ്ടായിരിക്കുക. തുടർന്ന് 12:30-ക്ക് ഭൗതികദേഹം സംഗീത നാടക അക്കാദമിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പൂങ്കുന്നത്തുള്ള തറവാട് വീട്ടിലേക്ക് കൊണ്ടുപോകും. പിന്നീട് പിറ്റേ ദിവസം, അതായത് മറ്റന്നാൾ 3:30 വരെ രാവിലെ അവിടെയായിരിക്കും പൊതുദർശനം. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ട് പറവൂരിലേക്ക്, ചേന്നമംഗലത്തുള്ള അദ്ദേഹത്തിന്റെ പഴയ തറവാട് വീട്ടിലേക്ക് എത്തുകയും വൈകുന്നേരത്തോടു കൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ മറ്റന്നാളായിരിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും അവസാനം ബന്ധുക്കളുടെയും അതുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ. ആ സംസ്കാര ചടങ്ങുകളുടെ ദിവസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിഷയങ്ങളുണ്ടായിരുന്നു, അതായത് ചില വ്യക്തത കുറവുണ്ടായിരുന്നു. എന്തായാലും ആ കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത ആയിരിക്കുന്നു. മറ്റന്നാൾ തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ. നാളെ രാവിലെ 8 മണിക്ക് അദ്ദേഹത്തിന്റെ പൂങ്കുന്നത്തെ ഫ്ളാറ്റിൽ, തുടർന്ന് 10 മണി മുതൽ 12:30 വരെ തൃശ്ശൂർ റീജിയണൽ തിയേറ്ററിലായിരിക്കും. ശേഷം പിറ്റേ ദിവസം മറ്റന്നാൾ രാവിലെ വരെ പൂങ്കുന്നത്തുള്ള അദ്ദേഹത്തിന്റെ തറവാട്ട് വീട്ടിൽ, ശേഷം പറവൂരിലെ ചേന്നമംഗലത്തുള്ള അദ്ദേഹത്തിന്റെ പാലിയത്ത് തറവാട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും വൈകുന്നേരത്തോടു കൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുകയും ചെയ്യും. എന്തായാലും അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞ് നിരവധി ആളുകളാണ് ഈ അമല ആശുപത്രിയിലേക്ക് ഒഴുകിയെത്തിയത്. അദ്ദേഹത്തിന്റെ ആരാധകരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരും ബന്ധുക്കളും സിനിമാ മേഖലയിലുള്ളവരും സാഹിത്യ രംഗത്തുള്ളവരും ജനപ്രതിനിധികളടക്കം ഒരു വലിയ സംഘം തന്നെയാണ് അദ്ദേഹത്തിനെ അവസാനമായി ഒന്ന് കാണാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും വളരെ വലിയ ഒരു വിയോഗം തന്നെയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച് മാത്രമല്ല കേരളത്തെ സംബന്ധിച്ച് പോലുമല്ല, ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗായകനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് മാത്രമാണ് പ്രായമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന്, ആ സ്വരമാതിരിക്ക് ഒരിക്കലും കോട്ടത്തട്ടുകയോ ഒരിക്കലും വയസ്സാവുകയോ ചെയ്തിട്ടില്ല. എന്തായാലും ഭാവഗായകൻ്റെ നഷ്ടം മലയാള സംഗീത ലോകത്ത് എന്നും ഒരു തീരാ നഷ്ടമായി തന്നെ അവശേഷിക്കും. KP ആനന്ദ പറഞ്ഞതുപോലെ തന്നെ ചലച്ചിത്ര മേഖലയിലെയും രാഷ്ട്രീയ മേഖലയിലും നിരവധി പേരാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം കാണാൻ അവിടേക്ക് എത്തിയിരുന്നത്. നേരത്തെ നടൻ രാമു അടക്കമുള്ളവർ അവരെങ്ങനെയാണ് ഈ പി ജയചന്ദ്രൻ എന്ന ഭാവഗായകനെ ഓർത്തെടുത്തത്? KP എന്തായാലും ചലച്ചിത്ര രാമുവാണ്. അദ്ദേഹം ഓടിയെത്തി നിറ കണ്ണുകളോടെ തന്നെയാണ് അദ്ദേഹം ആ ആശുപത്രിയിലെ അദ്ദേഹത്തിന് ഭൗതികദേഹം സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വളരെ വ്യക്തിപരമായിട്ടുള്ള അടുപ്പം ചെറുപ്പം മുതൽ തന്നെ കണ്ട് പരിചയിച്ച ഒരാളാണ്. തീരാത്ത നഷ്ടമാണ് അത്. വ്യക്തിപരമായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ സിനിമാ മേഖലയ്ക്കും നികത്താനാവാത്ത നഷ്ടമെന്ന് തന്നെയാണ് സിനിമാ നടൻ രാമു അദ്ദേഹത്തെ ഓർത്തെടുത്തു. അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ MLA പി ബാലചന്ദ്രൻ അദ്ദേഹവും ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമൂഹത്തിൻ്റെ പുറമേ വ്യക്തിപരമായും വലിയൊരു നഷ്ടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം ഒരു സംഗീതജ്ഞൻ, ഒരു ഭാവഗായകൻ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു പി ജയചന്ദ്രൻ എന്നാണ് MLA ബാലചന്ദ്രൻ ഓർത്തെടുത്തത്. ഓരോ ആളുകളും തീർച്ചയായിട്ടും അദ്ദേഹത്തെ വ്യക്തിപരമായും അദ്ദേഹത്തിൻ്റെ സംഗീത ശാഖയിലും എല്ലാം ഓർത്തെടുക്കുമ്പോഴും ആ തലത്തിൽ വലിയ നല്ലൊരു മനുഷ്യൻ, അടിസ്ഥാനപരമായി അതാണല്ലോ എല്ലാവർക്കും വേണ്ടത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ആ തലത്തിൽ തന്നെയാണ് ഓരോ മനുഷ്യരും അദ്ദേഹത്തെ അടുത്തറിയുന്നവർ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. നല്ല ഒരു വ്യക്തിത്വത്തിനുടമ, പച്ച മനുഷ്യൻ, നല്ല മനസ്സിൻ്റെ ഉടമ. തീർച്ചയായിട്ടും എല്ലാ വിശേഷണങ്ങളും അദ്ദേഹത്തിന് തരുന്ന ഒരു വിശേഷണം തന്നെയാണ്. എന്തായാലും അതുതന്നെയാണ് എല്ലാവരും അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നതും. എന്തായാലും ഇനി ഇവിടെ ആശുപത്രിയിൽ മറ്റ് നടപടികളൊന്നും ഉണ്ടാവില്ല. നാളെ രാവിലെ 8 മണിക്കായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. KP ആനന്ദ്, അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം 8 മണിക്ക് ശേഷമാണ് പുറത്തേക്ക് എത്തിക്കുക എന്ന് പറയുകയുണ്ടായി. ഒപ്പം ഈ പൊതുദർശനവുമായി ബന്ധപ്പെട്ട് മറ്റന്നാളാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്ന് ബന്ധുക്കൾ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ആനന്ദ് അത് സൂചിപ്പിക്കുകയുണ്ടായി. ഇനി പൊതുദർശനവുമായി ബന്ധപ്പെട്ട് എവിടെയാണ് പൊതുദർശനം, എവിടെയൊക്കെ ആയിരിക്കും പൊതുദർശനം ഉണ്ടാവുക, പിന്നീട് സംസ്കാര ചടങ്ങുകൾ നടക്കുകയും എവിടെ വെച്ചായിരിക്കും? KP എന്തായാലും ഈ സംസ്കാര ചടങ്ങുകളും പൊതുദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അവ്യക്തതകൾ നിലനിന്നിരുന്നു, ചില ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു. സ്വാഭാവികമായും ഈ മരിച്ചു കഴിഞ്ഞ് ബന്ധുക്കൾ തമ്മിലുള്ള ഒരു കൂടിയാലോചന 2-3 ഘട്ടമായിക്കൊണ്ട് തന്നെ കൂടിയാലോചന നടത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ 3 സ്ഥലത്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം പൊതുദർശനത്തിൽ വയ്ക്കുന്നത്. ഒന്ന് പൂങ്കുന്നത്തുള്ള അദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റിലായിരിക്കും. അത് രാവിലെ 8 മണി മുതൽ 10 മണി വരെ പൂങ്കുന്നത്തെ ഫ്ളാറ്റിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം പൊതുദർശനത്തിന് വയ്ക്കുന്നത്. തുടർന്ന് 10 മണി മുതൽ 12:30 വരെ സംഗീത നാടക അക്കാദമി ഹാളിലായിരിക്കും. അവിടെ വെച്ച് നേരത്തെ സൂചിപ്പിച്ച തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും അദ്ദേഹത്തിൻ്റെ ആരാധകർക്കും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജനപ്രതിനിധികൾക്കും എല്ലാം എത്തിച്ചേരാനും ആ തലത്തിലേക്ക് വിശാലമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയായിരിക്കും അവിടുത്തെ രീതികൾ ക്രമീകരിച്ചിരിക്കുന്നത്. 8 മണി മുതൽ 10 മണി വരെ അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കൾ തന്നെയായിരിക്കും. എല്ലാം നമ്മൾ പറഞ്ഞാലും തീർച്ചയായിട്ടും ഓരോ സ്ഥലത്തും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ ഓടിയെത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും 12:30 വരെ ഉച്ചയ്ക്ക് റീജിയണൽ തിയേറ്ററിലായിരിക്കും ദർശനം. ശേഷം
അവിടെ നിന്ന് തിരിച്ച് അദ്ദേഹത്തിൻ്റെ പൂങ്കുന്നത്തുള്ള തറവാട്ട് വീട്ടിലേക്ക് എത്തിക്കും. അവിടെ ഒരു ദിവസം മുഴുവൻ, അതായത് 12:30 മുതൽ മറ്റന്നാൾ രാവിലെ വരെ പൂങ്കുന്നത്തുള്ള തറവാട്ട് വീട്ടിലായിരിക്കും അദ്ദേഹത്തിന് പൊതുദർശനം ഉണ്ടായിരിക്കുക. ശേഷം പൂങ്കുന്നത്ത് നിന്ന് രാവിലെയോട് കൂടി തന്നെ ഈ ഭൗതികദേഹം പറവൂരുള്ള ചേന്നമംഗലത്തുള്ള പാലിയത്ത് തറവാട്ടിലേക്ക്, അദ്ദേഹത്തിൻ്റെ തറവാട് വീടാണ്, ആ തറവാട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും വൈകുന്നേരത്തോടു കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് ബന്ധുക്കളിൽ നിന്ന് ഒരു അവസാനഘട്ട സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അത് തന്നെയായിരിക്കും, ഒരുപക്ഷെ എന്നല്ല, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥിരീകരണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നത്. കെ പി ആനന്ദ് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. കാരണം മലയാളികൾ അത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് വെച്ച അനവധി ഗാനങ്ങളാണ് പി ജയചന്ദ്രൻ സമ്മാനിച്ചത്. അതൊക്കെയും മലയാളികൾ ഒരു കാലഘട്ടത്തിൻ്റെ നാദസ്വരമായിരുന്നു, നാദവിസ്മയമായിരുന്നു പി ജയചന്ദ്രനെ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടം 1965 മുതലാണ് അദ്ദേഹം സംഗീത രംഗത്തേക്ക് വരുന്നത്. പിന്നീട് 70, 80, 90 അങ്ങനെ കാലഘട്ടം, 5 കാലഘട്ടമാണ് അദ്ദേഹം ആ നിത്യ യൗവനം ആ ഗാനങ്ങളിലൂടെ പകർന്നത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾക്ക് പ്രായമായിട്ടില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തെ നെഞ്ചേറ്റിയ, ചലച്ചിത്ര ഗാനങ്ങളെ നെഞ്ചേറ്റിയ, ചലച്ചിത്ര ലോകത്തെ നെഞ്ചേറ്റിയ ഗാനങ്ങളൊക്കെയും മൂളി നടക്കുന്നവരൊക്കെയും ആ പ്രിയപ്പെട്ട ജയേട്ടനെ കാണാൻ, പ്രിയപ്പെട്ട പി ജയചന്ദ്രൻ എന്ന തങ്ങളുടെ ഗായകനെ കാണാൻ, അവസാനമായി ഒന്ന് കാണാൻ ഒഴുകിയെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ദീർഘസമയം ഈ പൊതുദർശനത്തിനുള്ള ഒരു സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും കെ പി, അതായത് കെ പി സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിനെ ഒരു കാലഘട്ടത്തിലേക്ക് ഒരിക്കലും ഒതുക്കാൻ പറ്റുന്ന ഒരു സംഗീതജ്ഞനല്ല അദ്ദേഹം. കാരണം മലയാളത്തിൻ്റെ ക്ലാസിക് സംഗീത ശാഖ മുതൽ തന്നെ ഏറ്റവും പുതിയ, ഏറ്റവും നവമായിട്ടുള്ള സംഗീത ശാഖയിൽ വളരെ അദ്ദേഹം പാടിയിട്ടുണ്ട്. അപ്പോൾ വയലാറിൻ്റെ കാലഘട്ടം മുതൽ തന്നെ തുടങ്ങിക്കൊണ്ട് ഇന്ന് ഏറ്റവും പുതിയ എഴുത്തുകാർക്ക് വരെ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ പാട്ടുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞ ഈ പൂക്കൾ, പനിനീർ പൂക്കൾ, തീർച്ചയായിട്ടും ഓരോ മലയാളിയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടങ്ങളിൽ പാടിയിട്ടുള്ള ആ പാട്ട് പോലും ഹിറ്റായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സൂചിപ്പിച്ച പോലെ തന്നെ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം പാടിയിരുന്ന ശബ്ദം തന്നെയാണ് ഇന്ന് ആ പൂക്കൾ, പനിനീർ പൂക്കൾ എന്ന് പറയുന്ന ആ പാട്ടിലും നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് പ്രായമാവുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് മാത്രമാണ്, അദ്ദേഹത്തിൻ്റെ ശബ്ദം എന്നും നിറ യൗവനമായിട്ട് കൊണ്ട് തന്നെയാണ് ഈ അവസാന കാലഘട്ടത്തിൽ പോലും ഉണ്ടായിരുന്നത്. ചില സ്റ്റേജ് ഷോകളിലെല്ലാം അദ്ദേഹം പാടുമ്പോഴും ആ ശബ്ദത്തിന് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും മലയാളത്തിന് നികത്താനാവാത്ത ഒരു വിടവ് തന്നെയാണ്. ഭാവഗായകനെന്ന് അക്ഷരാർത്ഥത്തിൽ മലയാളിക്ക് വിളിക്കാവുന്ന ഒറ്റ ഗായകനേ ഉള്ളൂ. അത് തന്നെയാണ് ആ ഒരു മനുഷ്യനെയാണ്, ആ ഒരു മഹാനായ സംഗീതജ്ഞനെയാണ് മലയാളിക്ക് മാത്രമല്ല ലോകത്തിന് നഷ്ടമായിട്ടുള്ളത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. എന്തായാലും ആ തലത്തിലേക്ക് അദ്ദേഹത്തെ കാണാൻ ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ വിശാലമായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിൽ പൊതുദർശനവും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ മറ്റന്നാളേക്കാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഓടിയെത്താൻ തലത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചെങ്കിലും അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണാനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കുടുംബവും അതുപോലെ തന്നെ അദ്ദേഹത്തോട് ഏറെ അടുപ്പമുള്ള വൃത്തങ്ങളും ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. തൃശ്ശൂരിൽ മാത്രം 3 സ്ഥലങ്ങളിൽ പൊതുദർശനം ഉണ്ടായിരിക്കും. തുടർന്ന് പറവൂരിലെ ചേന്നമംഗലത്തെ വീട്ടിലും പൊതുദർശനം ഉണ്ടായിരിക്കും. അപ്പോൾ ഏതൊരു മനുഷ്യനും ജയചന്ദ്രനെ അവസാനമായി കാണുമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന് പോലും അതിന് സാധിക്കാതിരിക്കരുത് എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ, ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എന്തായാലും കുടുംബങ്ങൾ എത്തിയിട്ടുള്ളത്. കെ പി, അവിടെ എത്തിച്ചേരുന്നവരൊക്കെയും ഒരേ സ്വരത്തിലാണ് ഓർത്തെടുക്കുന്നത്, ഒരേ സ്വരത്തിലാണ് അനുസ്മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹൃദയ നിർമ്മലത കൂടിയല്ലേ, അദ്ദേഹം പാട്ടിൻ്റെ ആ ഭാവങ്ങൾ കൊണ്ട് എത്രത്തോളം ആസ്വാദകർക്ക് അനുഭവങ്ങൾ പകർന്നു, അനുഭൂതി പകർന്നു. അങ്ങനെ സൗഹൃദം കൊണ്ടും സ്നേഹം കൊണ്ടും കൂടെ കൂട്ടിയവരൊക്കെയുമാണ് അദ്ദേഹത്തോടൊപ്പം ഉള്ളത്. അതായത് അദ്ദേഹം കാണുമ്പോൾ അല്ലെങ്കിൽ പെരുമാറുമ്പോൾ അല്പം പരുക്കനാണ് എന്ന് തോന്നുമെങ്കിലും അദ്ദേഹം നേരത്തെ MG അനുസ്മരിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു നിഷ്കളങ്കതയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സഹജമായ ഭാവം, അല്ലേ? അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജയേട്ടനായിരുന്നു അദ്ദേഹം. ഓർത്തെടുക്കുന്നത് വന്നവരൊക്കെയും അത്തരത്തിൽ തന്നെയാണല്ലേ? തീർച്ചയായിട്ടും കെ പി സൂചിപ്പിച്ച പോലെ തന്നെ അത്തരത്തിലൊരു പരിക്കത്തരം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാമോ എന്ന് പോലും അറിയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതി ആ തരത്തിലൊക്കെ ആയിരുന്നെങ്കിലും വളരെ പച്ചയായിട്ടുള്ള മനുഷ്യൻ എന്നാണ് തൃശ്ശൂരിൻ്റെ MLA പി ബാലചന്ദ്രൻ അദ്ദേഹത്തെ ഓർത്തെടുത്തത്, അനുസ്മരിച്ചത്. അത് തന്നെയാണ് ഏറ്റവും വളരെ സത്യസന്ധമായിട്ടുള്ള ഈ പറയുന്ന പോലത്തെ അനുസ്മരണങ്ങളൊന്നെന്ന് പറയുന്നത്. പച്ചയായിട്ടുള്ള ഒരു മനുഷ്യൻ, കാപട്യങ്ങളില്ലാത്ത ഒരു മനുഷ്യൻ, കള്ളത്തരങ്ങളില്ലാത്തൊരു മനുഷ്യൻ, മനസ്സിലുള്ളത് അതുപോലെ തന്നെ പ്രകടിപ്പിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ
വളരെ നല്ലൊരു മനുഷ്യനെ കൂടി നമുക്ക് നഷ്ടമായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇപ്പോഴും ഈ ആശുപത്രിയിലേക്ക് ആളുകൾ എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും അതുപോലെ തന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരും എല്ലാം അല്പസമയം മുമ്പ് പോലും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ഈ മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റിയതുകൊണ്ടാണ് അവരെല്ലാം ഇപ്പോൾ പിരിഞ്ഞു പോയത്. എന്തായാലും നാളെ രാവിലെ തൊട്ട് തന്നെ ഈ അമലയിലേക്ക് ആളുകളുടെ ഒരു ഒഴുക്കുണ്ടായിരിക്കും. തുടർന്ന് അദ്ദേഹത്തിൻ്റെ പൂങ്കുളത്തെ വീട്ടിലേക്കും അവിടുന്ന് റീജിയണൽ തിയേറ്ററിലേക്കും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പൊതുദർശനത്തിലേക്ക് നിറഞ്ഞൊഴുകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ നിറഞ്ഞൊഴുകും ഉള്ള കാഴ്ചകൾ തന്നെയാണ് പക്ഷേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം ആ തലത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ഗായകൻ തന്നെയാണ് പി ജയചന്ദ്രൻ. അതിന് യാതൊരു സംശയവും കിട്ടി. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഭാവഗായകൻ. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ മറ്റന്നാളായിരിക്കും. നാളെ രാവിലെ 8 മണിക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം പൊതുദർശനത്തിന് വെക്കും. പിന്നീട് വിവിധ സ്ഥലങ്ങളിൽ ആ ഭാവഗായകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആരാധകർക്ക് കേരളത്തിന് അവസരം ഒരുക്കിയിട്ടുണ്ട്. മറ്റന്നാളായിരിക്കും പാലിയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബന്ധുക്കൾ അക്കാര്യം അല്പസമയം മുമ്പാണ് സ്ഥിരീകരിച്ചതും അനന്തപുതൂരാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. 1965 അദ്ദേഹം കുഞ്ഞാലിമരക്കാർ എന്ന സിനിമയിലൂടെ ചലച്ചിത്ര മേഖലയിലേക്ക് വരുന്നത്. പിന്നീട് ഒരു മുല്ലപ്പൂമാലയുമായി എന്ന ഗാനമായിരുന്നു ജയചന്ദ്രൻ ആ സിനിമയിൽ ആദ്യം പാടിയത്. പി ഭാസ്കരൻ്റെ മനോഹരമായ വരികൾക്ക് ചിദംബരം നാഥായിരുന്നു സംഗീതം നൽകിയത്. എന്നാൽ ആ സിനിമ ഇറങ്ങാൻ വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെതായ ആ സിനിമ, അദ്ദേഹത്തിൻ്റെതായ ഗാനം എന്ന രീതിയിൽ പുറത്തു വന്നത് കളിത്തോടൻ എന്ന സിനിമയായിരുന്നു. അതിലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രികയെ വന്നു. ആ ഗാനം ഇന്നും അനശ്വരമാണ്, ഇന്നും നിത്യവസന്തമാണ്, ഇന്നും അത്രത്തോളം മധുര മനോഹരമാണ്. ആ ഒറ്റ ഗാനത്തിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ പ്രിയപ്പെട്ട ഗായകൻ. പിന്നീട് ഭാവഗായകൻ എന്ന വിശേഷണം അദ്ദേഹത്തെ തേടിയെത്തുകയായിരുന്നു. ഓരോ ഭാവവും, അത് പ്രണയമായി കഴിഞ്ഞാലും ഭക്തിയായി കഴിഞ്ഞാലും വിരഹമായി കഴിഞ്ഞാലും സങ്കടമായി കഴിഞ്ഞാലും ആ ഭാവങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം പാടിയ പാട്ടുകൾ അത് ഭാഷയ്ക്കും അതീതമായിരുന്നു, ദേശങ്ങൾക്കും അതീതമായിരുന്നു. അങ്ങനെ പ്രിയപ്പെട്ട നിരവധി ഗാനങ്ങൾ സമ്മാനിച്ച പ്രിയപ്പെട്ട പി ജയചന്ദ്രനാണ് യാത്ര പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പാടിയ അനവധി ഗാനങ്ങൾ. ഗാനമേളകളിലൂടെയാണ് അദ്ദേഹം സംഗീത രംഗത്തേക്ക് വരുന്നത്. ഒരു ഗാനമേളയിൽ ചെന്നൈയിൽ അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടായി വിൻസെൻ്റാണ് അദ്ദേഹത്തെ സിനിമയിലേക്ക് പരിചയപ്പെടുത്തുന്നത്. പി ഭാസ്കരനും ചിദംബരനാഥനും അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് വിൻസെൻ്റ് മാഷാണ്. പിന്നീടാണ് അദ്ദേഹം നിരവധി സിനിമകളിലൂടെ മലയാളികൾക്ക് അത്രത്തോളം മധുര ഗാനങ്ങൾ സമ്മാനിച്ചത്. പിന്നീട് അദ്ദേഹം ചെന്നൈയിലെ സ്വകാര്യ കമ്പനിയിലെ ജോലി രാജിവെച്ചുകൊണ്ട് മുഴുവൻ സമയ ഈ ഗാനരംഗത്തേക്ക് കടന്നു വരികയായിരുന്നു ചെയ്തത്. പിന്നീട് പല പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തുകയുണ്ടായി. നിരവധി സിനിമകൾ അദ്ദേഹത്തെ തേടിയെത്തുകയുണ്ടായി. നേരത്തെ ശ്രീകുമാരൻ നമ്പി സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ഒരിക്കലും അവസരത്തിന് വേണ്ടി ആർക്കും മുന്നിലും പോയിട്ടില്ല. പക്ഷേ എല്ലാ അവസരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തുകയായിരുന്നു. ഓരോ സിനിമ കഴിയുന്തോറും നിരവധി സിനിമകളാണ് അദ്ദേഹത്തെ തേടിയെത്തിയത്. കാരണം അത്രത്തോളം ഗംഭീരമായിരുന്നു, അത്രത്തോളം മനോഹരമായിരുന്നു ആ ഗാനങ്ങളൊക്കെയും എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വളർച്ചയ്ക്ക് ഉയർച്ചയ്ക്ക് നിദാനമായത്. 5 തവണയാണ് അദ്ദേഹം കേരള സർക്കാരിൻ്റെ ചലച്ചിത്ര അവാർഡ് സ്വന്തമാക്കിയത്. പണിതീരാത്ത വീട്, ബന്ധനം, നിറം, തിളക്കം, എന്നും എപ്പോഴും, ജിലേബി, എന്നതിൻ്റെ മൊയ്തീൻ എന്നീ സിനിമകളിലെ ഗാനത്തിനാണ് അദ്ദേഹത്തെ തേടി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ എത്തിയത്. ഒരു തവണ അദ്ദേഹത്തിന് തേടി ദേശീയ ചലച്ചിത്ര പുരസ്കാരവും എത്തുകയുണ്ടായി. ഇങ്ങനെ മലയാളത്തിൻ്റെ ഭാവസാന്ദ്രമായ ഒരു ശബ്ദം, ഒരു യുഗം തന്നെയായിരുന്നു അസ്തമിച്ചത്, യാത്ര പറഞ്ഞത്, വിട ചൊല്ലിയത് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. മലയാളത്തിൻ്റെ പ്രിയ ഗായകനെ, ഭാവഗായകനെ കണ്ണീരോടെയാണ് കലാകേരളം ഇപ്പോൾ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.